നാം. ഖുർആനിൻ്റെ ആഹ്വാനം തന്നെ നമ്മോട് ഇസ്ലാഹ്, നന്നാക്കുക എന്നുള്ളതാണ്. മുറിച്ച് കളയുക, വെട്ടിമാറ്റുക, ഒഴിവാക്കുക, വെറുപ്പ് ഉണ്ടാക്കുക എന്നുള്ളതിനല്ല ഇസ്ലാം പ്രാധാന്യം നൽകിയത്. മോശമായതിനെ നന്നാക്കിയെടുക്കുക, ഒരു പക്ഷേ ഒരു പ്രതീക്ഷയും ഇല്ലാതെ വിട്ടുകളയണം എന്ന് തോന്നുന്നത് പോലും ക്ഷമയുടെ മാർഗത്തിലൂടെ നന്നാക്കിയെടുക്കാൻ ശ്രമിക്കാനാണ് ഇസ്ലാം ആഹ്വാനം ചെയ്യുന്നത്. നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇന്ന് പലപ്പോഴും കുടുംബവും കുട്ടികളും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിക്കേണ്ട ഒരു വിഷയം. ഇന്നിപ്പോൾ വേനലവധിയാണ്, ഏപ്രിൽ മെയ് മാസങ്ങളിൽ. മുമ്പത്തൊരു വേനലവധിക്കാലം നമ്മുടെ ലൈഫിലുണ്ടായ ഒരു അവധിക്കാലം നമ്മൾ ഓർത്തു നോക്കുക. വേനലവധിക്കാലത്തിന് അത് തുടങ്ങുന്നതിന് മുന്നേ ബന്ധുവീടുകളിൽ പോയി താമസിക്കാൻ ആശിക്കുകയും പ്ലാൻ ചെയ്യുകയും ചെയ്ത്, എന്നിട്ട് മക്കളിൽ ഇഷ്ടമുള്ള ആരെയും എത്ര ദിവസവും ഏത് ബന്ധുവീട്ടിലും കളിക്കാനും കഴിച്ചുകൂട്ടാനും അയച്ചിരുന്ന മാതാപിതാക്കളുടെ ആ നല്ല കാലത്തിൻ്റെ സ്മരണകൾ നമ്മുടെ മൈൻഡിൽ നിന്ന് മാറിയിട്ടില്ല. നമ്മുടെ ആ നല്ല സുന്ദരമായ കളിച്ചിരികളുടെ ബാല്യം നമുക്ക് മറക്കാനാവുന്നില്ല. ഇന്ന് അത്തരത്തിലൊരു യാത്ര നമ്മുടെ മക്കളെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ആരെയാണ് നമ്മൾ വിശ്വസിച്ചിട്ട് എവിടേക്കാണ് എത്ര ദിവസത്തേക്ക് അയക്കും? ഭയമല്ലേ, ആശങ്കയല്ലേ നമ്മുടെ മനസ്സിലുള്ളത്, അല്ലേ രക്ഷിതാക്കളെ? മുരുകൻ കാട്ടാക്കടയുടെ ഒരു വരിയിലെ കവിതയിൽ ഇങ്ങനെയുണ്ട്. അതായത്, അപ്പുറത്തെ വീട്ടിലെ മുത്തശ്ശൻ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഒരുപാട് പഴയ കഥകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കുട്ടിക്ക് ഇന്ന് പോകണം വീണ്ടും ആ പുതിയ പുതിയ കഥകൾ കേൾക്കാൻ. കഥകളെന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ആവേശമാണ് ഏത് കാലത്തും. അപ്പോൾ അങ്ങനെ ഒരു പ്രായമുള്ള ഒരാൾ കവിത പറഞ്ഞു തരുന്നുണ്ട്. എനിക്ക് അമ്മേ ഇന്നും ആ കഥകൾ കേൾക്കാൻ പോകണമെന്ന് പറയുമ്പോൾ ആ വരികളിലൂടെ വരച്ചിടുന്നത് ഇന്നത്തെ കാലഘട്ടത്തെയാണ്. കാരണം കുട്ടി ഇന്ന് മുത്തശ്ശൻ്റെ അടുത്ത് കഥകൾ കേൾക്കാൻ പോകുന്നുണ്ടെങ്കിൽ കൂടെ വരും അമ്മ. കാരണം ഇക്കാലം അത്ര നല്ലതല്ലല്ലോ കുട്ടി എന്ന് പറയുന്ന വല്ലാത്തൊരു സന്ദേശം. കാരണം കുട്ടിയും മുത്തശ്ശനും ഉദ്ദേശിക്കുന്നതും പറയുന്നതുമെല്ലാം നല്ലതാകിലും ഇക്കാലം അത്ര നല്ലതല്ലല്ലോ എന്ന് കുട്ടിയോട് വേദന പറയുന്ന ഒരു വല്ലാത്ത അവസ്ഥ. നമുക്ക് സങ്കടമാണ് വരുന്നത്. കുട്ടികൾക്ക് പോലും ഇഷ്ടം പോലെ കളിക്കാനും അതായത് നമുക്ക് വിശ്വസിക്കാനേറെ ആൾക്കാരുണ്ട്. പക്ഷെ നമ്മുടെ മൈൻഡിൽ ആശങ്കയാണ്. ആരെ വിശ്വസിക്കും, ആരെ തള്ളും, ആരെ കൊള്ളും എന്ന് നമുക്കറിയുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മളിവിടെ ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബം എത്രമാത്രം പുറത്തു പോയി ജീവിക്കുന്നിടത്ത് കളിക്കാൻ വിടുന്നിടത്തൊക്കെയും തന്നെ നമുക്ക് കുറേ കണ്ടീഷൻസ് ഉണ്ട്, കുറേ പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ വീട് അതുകൊണ്ട് എന്തായി മാറണം? നമ്മുടെ വീട് എന്ന് പറയുന്നത്, ഉപ്പ പറയും ഞാൻ അധ്വാനിച്ചു കൊണ്ടിരുന്നുണ്ട്, വേണ്ടതൊക്കെ വരുമാനം വീട്ടിലേക്ക് എൻ്റെ എത്തുന്നുണ്ട്, കുട്ടിൻ്റെ ഫീസ് എടുക്കുന്നുണ്ട്, സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. ഉമ്മ പറയും വീട്ടിലുള്ള പണിയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. വീട്ടിൽ ഹെൽപ്പിന് വരുന്ന സ്ത്രീ പറയും ഞാനാണല്ലോ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയത്. കുട്ടി പറയും ഞാനാണല്ലോ സാധനമൊക്കെ വാങ്ങിക്കൊണ്ടുവന്നത് എന്ന്. എങ്കിൽ അപ്പോഴ് യഥാർത്ഥത്തിൽ അത് മാത്രം സംഭവിച്ചാൽ, കുറേ ആൾക്കാർ രാവിലെ ഓഫീസിൽ പോയി സൈൻ ചെയ്ത് ജോലി ചെയ്യുന്നത് പോലെ ജോലി ചെയ്താൽ അങ്ങനെ കിട്ടുന്ന ഒരു സുഖം, അത്തരത്തിലുള്ള ഒരു ഇടമാണോ വീട്? നിങ്ങൾ ചിന്തിച്ചു നോക്കി. അങ്ങനെ ഒരു പണിശാലയാണോ? കുറേ ആൾക്കാർ വർക്ക് ചെയ്യുന്നു, കുറേ ആൾക്കാർ പണം ഉണ്ടാക്കാൻ വർക്ക് ചെയ്യുന്നു, കുറേ ആൾക്കാർ അത് പണമെടുത്ത് സാധനം വാങ്ങിയിട്ട് അവിടെ വേണ്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു, എല്ലാതും ചെയ്യുന്നു. അപ്പോഴും നമുക്ക് വീടെന്ന ഒരു സുഖം ഫീൽ ചെയ്യുമോ? അത് മാത്രം ഉണ്ടായാൽ എല്ലാവരും പണിയെടുത്താൽ അത് വീടാകുമോ എന്നുള്ളതാണ്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മളറിയാതെ സംഭവിക്കുന്ന ഈ ലോകത്ത് എന്തിനായിരിക്കും പടച്ചവൻ വീടെന്ന ഒരു കൺസെപ്റ്റ് വെച്ചിട്ടുണ്ടാവുക? നിങ്ങൾ ചിന്തിച്ചു നോക്കേ. കാറ്റ് വന്നാൽ മഴ വന്നാൽ കയറി പോകേണ്ട ഒരു കൂടാരം, അല്ലേ? ചൂടത്ത് വെയിലത്ത് നടന്നു വന്നാലും എനിക്ക് കയറി പോകണം ആ കൂടാരത്തിലേക്ക്. അതെനിക്ക് കുറേ ഇല്ല, എൻ്റെ നാട്ടിൽ എനിക്കത് കുറേ ഇല്ല. കൂടി വന്ന 1 2 വീട്, എൻ്റെതെന്ന് പറയുന്ന പ്രത്യേകിച്ചൊരു വീട്. ഇനി എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ എടുക്കുന്ന വേറൊരു വീടും. അതിൻ്റെ അപ്പുറമല്ലാതെ ഈ ഭൂലോകത്ത് എത്ര ദൂരെ യാത്ര ചെയ്താലും, ഇപ്പം ഈ വണ്ടൂർ വന്നിട്ട് ഞാൻ യാത്ര ചെയ്ത് പോകേണ്ട മണിക്കൂറുകൾക്ക് എത്രയോ യാത്ര ചെയ്തിട്ടാണ്. പക്ഷേ
എനിക്ക് അവിടെ തന്നെ എത്തണമല്ലോ. അതായത് ദുനിയാവ് നിറച്ചു എനിക്ക് വീടുണ്ടാക്കിയിട്ടില്ലല്ലോ. പക്ഷേ നമുക്ക് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയാണ്, അങ്ങനെ ഒരിടം നമ്മളെ റിഫ്രഷ് ചെയ്യാൻ എനിക്ക് എൻ്റെതായ ഒരു തനതായ ഇടം, അങ്ങനെ ഒരു ഇടത്ത് ആ വീട്ടിൻ്റെ ഉള്ളിൽ 10 ആളുണ്ടെങ്കിൽ 10 ആളും പണി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഒരു പണിശാല മാത്രമാണോ വീട്? അതിൻ്റെ അപ്പുറത്തേക്ക് എന്താണ് സംഭവിക്കുന്നത്? 10 ആളും അതിൻ്റെ ഉള്ളിൽ പണിയെടുത്താലും, രാപ്പകലില്ലാതെ പണിയെടുത്താലും ആരും കൂലി കൊടുക്കാൻ പോകുന്നില്ല. പുറത്ത് പോയിട്ട് 2 മണിക്കൂറാണ് പണിയെടുത്തെങ്കിൽ എൻ്റെ കൂലി കൊണ്ടാന്ന് പറയും. വീട്ടിൻ്റെ ഉള്ളിൽ രാപ്പകലില്ലാതെ ഞാനും നിങ്ങളും ഒരുപാട് പണിയെടുക്കുന്നുണ്ട്. ആരോട് കൂലി ചോദിക്കണം? ആര് കൂലി തരണം? എന്തിന് കൂലി തരണം? ഒരു കൂലി ആവശ്യമില്ല. എന്ത് മതി നമുക്ക്? എന്തോ ഒരു സ്വസ്ഥതക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൂടിയിരുന്നിട്ടുള്ള ഒരു പണിയെടുക്കൽ. നിങ്ങൾ ചിന്തിച്ച് നോക്കണം. അവിടെ ആകെ കൂടി എന്താ വേണം? എന്നിട്ട് നമ്മൾ ഇടയ്ക്ക് പറയും, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടെന്താ, ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു സുഖമില്ല. എങ്ങനെയൊക്കെ ചെയ്തിട്ട്? സമർപ്പിച്ചിട്ട്, ജീവിതമേ അവിടെ സമർപ്പിച്ചു, എല്ലാതും സമർപ്പിച്ചു. ആയുസ്, ആരോഗ്യം, സമയം, അറിവ്, എനർജി, ലൈഫിലുള്ളത് മുഴുവനും ഞാൻ അപ്പുറം ഇപ്പുറം നോക്കാതെ സമർപ്പിക്കുന്ന ഒരു സ്ഥലം ഏതാ? വീടാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ സമർപ്പിക്കൂല. 100% നമ്മെ സമർപ്പിക്കുന്ന ഇടം. എങ്ങനെയൊക്കെയാണ് അത് വാങ്ങിക്കൊടുക്കുമ്പോഴേ എനിക്കില്ലെങ്കിലും കുഴപ്പമില്ല. ഉപ്പക്ക് വാങ്ങിയിട്ടില്ല, ഇല്ല. എന്നാൽ മകന് സങ്കടമുണ്ട്, എന്താ ഉപ്പ കൂടി വാങ്ങിക്കൂടായിരുന്നു? അല്ല, ഉപ്പ പിന്നെ വാങ്ങിക്കോളാം, ഓക്കെ, കുഴപ്പമില്ല. ഇങ്ങനെ കൊടുക്കൽ വാങ്ങലുകൾ എല്ലാതും തന്നെ തോറ്റു കൊടുക്കുന്നു, വിട്ടുകൊടുക്കുന്നു, വിട്ട് കളയുന്നു. ആ വീടെന്ന ലോകത്തെപ്പറ്റി സ്നേഹക്കൂടാരത്തെപ്പറ്റി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒന്നിരുന്ന് വെറുതെ ആലോചിക്കണം. ഞാനിപ്പോൾ ഈ ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ അതാണ് ആലോചിച്ചത്. എന്തിനായിരിക്കും പടച്ചവൻ ഇങ്ങനെ ഒരു സ്നേഹക്കൂടാരത്തിലൂടെ നമ്മൾ കടന്നു പോകണം? നമുക്ക് പുറത്ത് ഇഷ്ടം പോലെ സുഹൃത്തുക്കൾ ഉണ്ടാവുക ഒക്കെ ഉണ്ട്, എന്നാലും പോരാ. നീ നിൻ്റെ വീട്ടിലേക്ക് അണയണം, അല്ലേ? നീ നിൻ്റെ വീട്ടിലേക്ക് പോകണം. കാരണം നാളത്തെ ഒരു ഉദയം, നാളത്തെ ദിവസത്തിൽ ഒരു പുതിയ മനുഷ്യനായിട്ട് ലോകത്തെ നിന്നെ വളരെ എനർജറ്റിക്കായിട്ട് വേണം. നിന്നെ ആര് പുതുക്കിപ്പണയും? ആ വീട്ടിലുള്ള സ്നേഹം, ആ വീട്ടിലുള്ള കാരുണ്യം എന്നെ പുതിയ ആളാക്കി മാറ്റും. ഓരോ ദിവസവും അത് സംഭവിക്കണം. അപ്പോൾ നാം തോറ്റുകൊടുക്കുന്ന, വിട്ടുകൊടുക്കുന്ന, എന്തൊക്കെയാണ് വിട്ടുകൊടുത്തിട്ടുള്ളതില്ലേ? ഇഷ്ടങ്ങൾ വിട്ടുകൊടുത്തിട്ടില്ലേ? വിലപ്പെട്ടവ വിട്ടുകൊടുത്തിട്ടില്ലേ? എത്ര തവണ തോറ്റു കൊടുത്തിട്ടുണ്ട്? ആ പോട്ടെ, ഇല്ലേ? ആ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് എത്ര തവണ നമ്മൾ തോറ്റു കൊടുത്തിട്ടുണ്ട്? എന്താണ് ഉദ്ദേശം? അങ്ങനെ തോറ്റു കൊടുക്കുന്ന സമയത്ത് എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ, പുറത്താണെങ്കിൽ ഞാനൊന്ന് ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ വേറെ ചിന്ത ഉണ്ടാകും. വീട്ടിൻ്റെ പുറത്താണ് ഇത് ഞാനും നിങ്ങളും ചെയ്യുന്നതെങ്കിൽ ഒരു വേറെ ചിന്ത ഉണ്ടാകും. ഞാനന്ന് നിനക്ക് ഒഴിഞ്ഞു തന്നിട്ടില്ലേ? ഞാനന്ന് നിനക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞു നടന്നിട്ടില്ലേ? ഇന്ന് എൻ്റെ സുഹൃത്തുക്കളോട് ഒരിക്കൽ ഞാൻ കണക്ക് പറഞ്ഞേക്കും. എൻ്റെ ജോലി സ്ഥലത്ത് ഞാൻ ചെയ്തതിൻ്റെ പണിക്കണക്ക് ഒരുപക്ഷെ ഞാൻ പറഞ്ഞേക്കും. നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ പ്രിയപ്പെട്ടവരെ, ഒരു കൂലിക്കും വേണ്ടി പണിയെടുക്കാത്ത ആ ഇടത്ത് ഒരിക്കലും നമ്മൾ കണക്ക് പറയുന്നില്ല, അല്ലേ? അങ്ങനെയാണെങ്കിൽ കണക്ക് പറഞ്ഞാൽ തീരാത്തൊരു വ്യക്തി ആ വീട്ടിൻ്റെ ഉള്ളിലുണ്ട്. ആദ്യം പറയേണ്ട വ്യക്തി. എത്ര കണക്ക് പറഞ്ഞാലും തീരൂല. അങ്ങനെയുടെ ഒരു വ്യക്തിക്കുള്ള, അങ്ങനെയുടെ വ്യക്തികളുടെ ഒരു മാതൃദിനവും കൂടിയാണ് ഇന്ന്, അല്ലേ? ആ മാതാക്കളെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ ഒരുപാട് മാതാക്കളൊക്കെ ആശങ്കകളുടെയും ഭയപ്പാടിൻ്റെയും നടുവിലാണിന്ന്. ഏറെ മാതാക്കളും എന്തിനോ വേണ്ടി അവരെ മക്കളെക്കുറിച്ച് മാത്രമല്ല, ഒരുപക്ഷെ അവരെ മക്കളെക്കാൾ, ഒരുപക്ഷെ നമ്മളെ മക്കളെയൊക്കെ വളർത്തിക്കഴിഞ്ഞ ആൾക്കാർക്ക് വരെ സമൂഹത്തിൻ്റെ പോക്കിനെ ഓർത്തിട്ട് വല്ലാത്ത നോവുണ്ട്. ആ നോവാണ് യഥാർത്ഥത്തിൽ ദായിമാരുടെ കൈമുതൽ. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ക്ലാസ് എടുക്കണമെങ്കിൽ, സംസാരിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ സമൂഹത്തിൻ്റെ അപജയത്തിൻ്റെ കാര്യത്തിൽ എനിക്കൊരു നോവ് വേണം. അല്ലെങ്കിൽ എങ്ങനെയാണ് സംസാരിക്കാൻ പറ്റുക? അപ്പം ഇതിൻ്റെ മോശമായ നീക്കത്തിൽ എനിക്കൊരു നോവുണ്ടായാലാണ് എനിക്ക് ആത്മാർത്ഥമായിട്ട് ഇവിടെ സംസാരിക്കാൻ പറ്റുക. ആ നോവും കൊണ്ടാണ് എല്ലാവരും കഴിച്ചു കൂട്ടുന്നത്. അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ ഒരു കണക്കും പറയാത്ത, ഓരോ നിമിഷവും നിങ്ങൾ ചിന്തിക്കണം, അങ്ങനെ അള്ളാഹു അങ്ങനെ ആക്കി തന്നുകൊണ്ടല്ലേ? അല്ലെങ്കിലോ എല്ലാറ്റിനും കണക്ക് പറയുന്ന ഒരു ലോകത്ത് വീട്ടിനുള്ളിൽ എപ്പോഴെങ്കിലും ഒരാൾ കണക്ക് പറഞ്ഞു നോക്കിയേ? നിങ്ങൾ
എപ്പോഴെങ്കിലും പോറ്റിയതിൻ്റെ കണക്ക്, വളർത്തിയതിൻ്റെ കണക്ക്, കൊടുത്തതിൻ്റെ കണക്ക് പറഞ്ഞാൽ അവൻ കൂട്ടത്തിൽ കൊള്ളാത്തവനായി. പറ്റുമോ പിന്നെ അവിടെ അയാൾ പ്രത്യേകം നോട്ട് ചെയ്യപ്പെടും. അത് ഉപ്പയായാലും അതാരായാലും വളർത്തിയതിൻ്റെ കണക്ക് പറഞ്ഞിരിക്കുന്നു. വലിയ സംഭവമാണ്. പുറത്തു പോയിട്ട് ഒരു തൊഴിലാളി ജോലിയുടെ കണക്ക് പറഞ്ഞ പ്രശ്നമുണ്ടോ? ഇല്ല. അയാൾക്ക് കിട്ടാനുള്ളതല്ലേ. സമരം ചെയ്യാൻ നമ്മൾ കൂടെ കൂടും. അയാൾക്ക് അയാളുടെ അവകാശം കിട്ടണമെന്ന് പറയും. പക്ഷേ വീട്ടിൻ്റെ അകത്ത് പോറ്റിയതിൻ്റെ, പണിയെടുത്തതിൻ്റെ കണക്ക് പറഞ്ഞാൽ അയാളുടെ കൂടെ കൂടലല്ല, അയാൾ ഒറ്റപ്പെടും. കാരണം കണക്ക് പറയാത്ത ഒരു പ്രത്യേക ഇടം അതങ്ങനെ തന്നെ പോകണം. അവിടെ ഗർഭകാലത്തിൻ്റെ കണക്ക് പറയരുത്, പ്രസവിച്ചതിൻ്റെ കണക്കും നോവും ഒന്നും പറയരുത്. നോറ്റ ഏത് വേദനയുടെയും കണക്ക്, ഏത് അധ്വാനത്തിൻ്റെയും കണക്ക് പറയാത്തൊരിടമായിട്ട്, സ്നേഹത്തിൻ്റെയും ലാളനയുടെയും കരുണയുടെയും ഇടമായിട്ട് അതങ്ങനെ കൊണ്ടുപോകണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ സന്തോഷിക്കണമെന്ന് ആര് തീരുമാനിക്കണം? ഞാൻ തീരുമാനിക്കണം. ഏതോ ഒരു കുറ്റവും കുറവും നോക്കി വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ, അത് മരുമകളാവാം, ആരോ ആവട്ടെ, ആ കുറ്റവും കുറവും നോക്കി ഇന്ന് എൻ്റെ ദിവസം കളയണോ എന്ന് ഞാൻ തീരുമാനിക്കണം. ഇന്ന് എൻ്റെ മൂഡ് ഓഫാകണോ എന്ന് ഞാൻ തീരുമാനിക്കണം. വേണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചാൽ നമ്മൾ ജയിച്ചു. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഞാൻ സന്തോഷിക്കണമോ എന്ന് ഓരോ ദിവസവും നിങ്ങൾ തീരുമാനിക്കണം. ആ നമ്മുടെ മൂഡും സന്തോഷവും കളയുന്നത് ആരാണ്? നമ്മൾ പറയും, അവൾ എൻ്റെ സന്തോഷം കളഞ്ഞു, അവൾ എൻ്റെ മൂഡ് കളഞ്ഞു. വീട്ടിൻ്റെ ഉള്ളിലെ ആൾക്കാരെ പറ്റി നമ്മൾ പറയും, ഇന്നത്തെ എൻ്റെ മൂഡ് കളഞ്ഞു. ആർക്കും കളയാൻ പറ്റൂല. എൻ്റെ മൂഡ് കളയാൻ, എൻ്റെ സന്തോഷം കളയാൻ ലോകത്തൊരാൾക്കും ഒരു ഭൗതിക കാര്യത്തിനും എനിക്കപ്പുറത്തുള്ള ഒന്നിനും കഴിയില്ല. എൻ്റെ സന്തോഷം കെടുത്താൻ ആര് തീരുമാനിക്കണം? ഞാനങ്ങ് തീരുമാനിക്കണം. അതുകൊണ്ട് കേവലം ദുനിയാവിൻ്റെ ചെറിയ പിണക്കങ്ങളിലും ചെയ്യാത്ത, ചിലപ്പോൾ പണി ചെയ്യാത്തതിലായിരിക്കും. അതായത് മകള് അല്ലെങ്കിൽ മരുമകൾ ആരോ ആവട്ടെ, അല്ലെങ്കിൽ വിളിച്ച് കേട്ടില്ല, ചെയ്തില്ല, അതിനൊക്കെയാണ് വിപ്ലവമാണല്ലോ വീട്ടിലെ. മകൻ ഇങ്ങനെ ക്ഷീണിച്ച് പണിയെടുത്ത് ക്ഷീണിച്ചൊക്കെ വന്നു. ഇപ്പൊ തന്നെ ഈ വണ്ടൂർ സമ്മേളനത്തിന് വേണ്ടി അധ്വാനിച്ചൊരു മകൻ വീട്ടിൽ വന്നിട്ട് ഉച്ച സമയത്ത് വല്ലാതെ ക്ഷീണം പിടിച്ച്, ചൂടും ആണല്ലോ, കിടന്നുപോയി. ഉമ്മക്കൊരത്യാവശ്യമുണ്ട്. ഉമ്മ വിളിച്ചിട്ടൊന്നും കുട്ടിക്ക് എണീക്കാൻ വയ്യ, അനുസരണക്കേട് കൊണ്ടൊന്നല്ല. അങ്ങനെ 1-2 പ്രാവശ്യമൊക്കെ ആകുമ്പോഴത്തേക്കും ഉമ്മക്ക് ചൂടാവുക. അവിടെ യഥാർത്ഥത്തിൽ തോക്കുന്നത്, ചൂടാവുന്ന നമ്മളാണ്. ഇനി അയാളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാലോ, എത്ര മണിക്കൂറാണെന്നോ വെയിലത്ത് പണിയെടുത്തിട്ട് ഇതൊക്കെ ശരിയാക്കാനൊക്കെ പണിയെടുത്തിട്ട് വന്നിട്ട് ആ മോനെ തളർന്നുറങ്ങിയതാ. ദീനിൻ്റെ മാർഗത്തിൽ, ദൈവത്തിൻ്റെ മാർഗത്തിൽ മക്കൾ ക്ഷീണിക്കുന്നതും വിയർക്കുന്നതും കാണാൻ ഇന്നത്തെ എന്നെയും നിങ്ങളെയും പോലെയുള്ള തലമുറ ആശിക്കുന്നില്ലേ? അവരാ മാർഗത്തിൽ വരുന്നില്ല, പണിയെടുക്കുന്നില്ല, ക്ഷീണിക്കുന്നില്ല. അങ്ങനെ പണിയെടുത്ത് ക്ഷീണിക്കുന്ന ഒരു മകനെ സംബന്ധിച്ച് ഞാൻ കേവലം വീട്ടിലൊരു കാര്യത്തിന് പറഞ്ഞ് പുറത്തേക്ക് പോകാൻ വൈകിയതിന് ഞാൻ ക്ഷോഭിച്ചാൽ ആ മകനും എനിക്കുമിടയിലുള്ള അന്നത്തെ സന്തോഷം ഞാനാണ് ഇല്ലാതാക്കുന്നത്. അതുകൊണ്ട് ഇനിയൊന്ന്, ഞാൻ ഇത് പറയുന്നത് ഞാൻ നിരീക്ഷിച്ചതാണ്. അതായത് എൻ്റെ സന്തോഷം യഥാർത്ഥത്തിൽ ഞാൻ തന്നെയാണ് കെടുത്തുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സന്തോഷം നിങ്ങളാണ് കെടുത്തുന്നത്. അതായത് ഈ കാര്യങ്ങളിലെല്ലാം അതിൻ്റെ മോശമായ അവസ്ഥ, അതിൻ്റെ ദോഷം, അല്ലെങ്കിൽ വളരെ എനിക്ക് വേണ്ടാത്ത, എനിക്ക് പിണക്കമുണ്ടാക്കുന്ന അവസ്ഥയെ കാണാതെ അതിലെ നന്മ കണ്ട്, അതാണല്ലോ സത്യവിശ്വാസികൾ, നന്മ കണ്ടങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വഴക്കിടാൻ ഇല്ല നമുക്ക് അവസരങ്ങൾ. വഴക്കിടാൻ പോയിട്ട് സന്തോഷിക്കാൻ തന്നെ ആയുസ് വളരെ കുറവാണ് ഇവിടെ. നമ്മുടെ ആയുഷ്കാലം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. നമ്മൾ സന്തോഷിക്കുക, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ അത്തരം കാര്യങ്ങൾ പരതണം. വേദനിക്കാനും ദുഃഖിക്കാനും ദേഷ്യം പിടിക്കാനും ഒരുപാട് കാര്യങ്ങളുള്ള വീട്ടിൻ്റെ ഉള്ളിൽ സന്തോഷിക്കാനുള്ള കുഞ്ഞു കാര്യം നിങ്ങൾ പരതി നടക്കണം. നിങ്ങളുടെ വിഷമം പ്രശ്നത്തിൻ്റെ കിടക്ക് ഒരു കുഞ്ഞു മോൾ അവിടുന്ന് ചിരിച്ചാൽ അന്നത്തെ ദേഷ്യം അതിനോട് കാണിക്കണ്ട. ആ നിഷ്കളങ്ക ബാല്യത്തിനോടൊന്ന് നന്നായിട്ട് ചിരിച്ചിട്ട് അതാവട്ടെ നിങ്ങളുടെ ആ ദിവസത്തെ വേദന കളയാനുള്ള ഉപാധി, ഒരു മരുന്ന്, ആ പുഞ്ചിരി. അതിന് വരെ എന്തൊരു വിലയുണ്ട് എന്നോ എപ്പോഴാണ് നമുക്കത് മനസ്സിലാവുക? നമ്മുടെ ജീവിതത്തിൽ വിലപ്പെട്ടത് നമുക്ക് പടിയിറങ്ങി പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ തോന്നില്ല ഈ ബന്ധങ്ങളെല്ലാം ബന്ധനങ്ങളാണ്. യഥാർത്ഥത്തിൽ ശരിയാണ്, ബന്ധങ്ങളൊക്കെ ബന്ധനങ്ങളാണ്. എല്ലാ ബന്ധങ്ങളിലും ഒരു ബന്ധനമുണ്ട്. പക്ഷേ
ആ ബന്ധനത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഒരു സന്തോഷം അനുഭവിക്കുന്നുണ്ട്. അത് അങ്ങനെ പറ്റുള്ളൂ, അത് വേണം. അല്ലാതെ പാറിപ്പറക്കാൻ ഇങ്ങനെ വിട്ട് പാറിപ്പറന്ന് പറന്ന് പറന്ന് തളർന്ന് ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്താനുണ്ട്. അങ്ങനെ പറക്കുന്ന എത്ര ആൾക്കാരുണ്ട്? നാടും വീടും കൂടും വേണ്ടാന്ന് വെച്ച് പറന്ന് എന്ത് അങ്ങനെ പറക്കുന്നല്ലാതെ പ്രത്യേകിച്ച് ഇപ്പറയുന്ന സന്തോഷങ്ങളൊന്നും അവർക്കില്ല. പാറിപ്പറത്ത് ഇങ്ങനെ ദേശാടന കിളികൾ ഇങ്ങനെ പോകുന്ന പോലെ പോകാന്നല്ലത്. നമുക്ക് നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ എവിടെയും പോകാതെ ഇവിടെ ഇരിക്കുന്ന മിക്കവാറും ലേഡീസ് വീട്ടിലുള്ള നമ്മൾ എന്താ ഉമ്മക്ക് ജോലി, ഹൗസ് വൈഫ് എന്നൊക്കെ എഴുതി വെക്കുന്ന കോളത്തിൽപ്പെട്ട കുറേ ആൾക്കാരുണ്ടാകും. അവർക്കൊക്കെയും തന്നെ മടുത്തു എന്ന് തോന്നുന്ന നിമിഷം ഉണ്ടായിട്ടുണ്ടാവില്ല. അവരെ നമ്മളിപ്പോൾ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്താൽ മതി, കുറച്ച് ആൾക്കാരെ ഇരുത്തിയിട്ട്. അപ്പോൾ എന്താ, അത് നമ്മുടെ NSSൻ്റെ കുട്ടികളുടെ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് കുട്ടികളെയും കൊണ്ടിങ്ങനെ പോയിരുന്നു. കുറേ വാർദ്ധക്യത്തിലുള്ള ആൾക്കാരെ, വൃദ്ധരെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയതാണ് ജസ്റ്റ്. അവരൊക്കെ പറഞ്ഞ് നമ്മളെന്താണ് പോകുമ്പോൾ വിചാരിക്കുന്നത്, കുട്ടികളുടെ ഒരു 10 കുട്ടികളുടെ കൂട്ടത്തിൽ കുറച്ച് വീടുകളിൽ 2 വർഷം മുന്നേ ഞാനും പോയിരുന്നു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് വല്ലാത്ത വിരസതയാണ്, നിരാശയാണ്, ഇങ്ങനെയൊക്കെ പറയുന്നു വിചാരിച്ചിട്ടാണ്. വാർദ്ധക്യം അങ്ങനെയല്ലേ നമ്മൾ കാണുന്നത്. പക്ഷെ അവർ പറയുന്നത് എന്താണെന്നോ, നമുക്ക് നേരമില്ല, നമുക്ക് വിരസത, നിരാശ ഒന്നുമില്ല. കാരണം വളരെ സന്തോഷത്തിലാണ് നമ്മുടെ വാർദ്ധക്യം ഉള്ളത് എന്ന്. ഇപ്പം അത്യാവശ്യം നമ്മളെ കാര്യമൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് അടുത്ത നമസ്കാരത്തിൻ്റെ സമയമായി, പിന്നെ കുറച്ച് പ്രാർത്ഥിച്ചിരിക്കാൻ, പിന്നെ ഭക്ഷണത്തിന്, പിന്നെ കുട്ടികളുടെ കളിയായി. എവിടെ നേരം ചോദിക്കാണ്, എവിടെയാണ് നിരാശപ്പെടാൻ? വിരസതക്ക് നേരമില്ല എന്നാണ് ഇന്നത്തെ ആ വാർദ്ധക്യം പറയുന്നത്. അങ്ങനെയല്ലേ നമ്മുടെ എല്ലാവരും തന്നെ സന്തോഷത്തിന് വേണ്ടി ടൂറ് പോയും പാറിപ്പറക്കൊന്നും വേണം. സന്തോഷം ടൂറും മറ്റൊക്കെ പോകും നമ്മളെ തിരക്കിൽ നിന്നൊന്ന് ഫ്രീ ആവാനാണ്. അല്ലാതെ സന്തോഷം തേടിയിട്ട് നമ്മൾ ഏതോ രാജ്യത്തേക്കും ഏതോ സ്റ്റേറ്റിലും പോയിട്ട് സന്തോഷം തേടി 2 ദിവസം കഴിഞ്ഞാൽ ഈ സന്തോഷം കൊണ്ട് എവിടെ തന്നെയാണ് വരണ്ടേ? ഈ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയല്ലേ വരേണ്ടത്. അത് ഒരു കോമഡി ഫിലിമൊക്കെ കണ്ട ആൾക്കാരിങ്ങനെ ആഹ്ലാദിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന പോലെ റിയൽ ലൈഫിലേക്ക് വീണ്ടും വരണ്ടേ അവർക്ക്? അതുകൊണ്ട് അതൊക്കെ നമുക്ക് ഒന്ന് ബിസി ലൈഫിൽ നിന്ന് ഒന്ന് ഫ്രീ ആവാൻ വേണ്ടി, യഥാർത്ഥത്തിലുള്ള സന്തോഷം 2 നാൾ കൊണ്ട് പുറത്ത് തേടിയിട്ട് കിട്ടുമെങ്കിൽ പിന്നെ എല്ലാവർക്കും പറഞ്ഞാൽ പോരെ? എല്ലാവർക്കും ഇങ്ങനെ പറഞ്ഞിട്ട് സന്തോഷം കണ്ടെത്തിയാൽ പോരെ? യഥാർത്ഥ സന്തോഷം എവിടെ പഠിച്ചൊന്ന് നിക്ഷേപിച്ചിട്ടുണ്ട്? വീടിനകത്ത് ആവോളം വർഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ മാതാക്കൾക്ക് ലേഡീസിന് ഒരിക്കലും തന്നെ ലൈഫിൽ മടുപ്പ് തോന്നുന്നില്ലല്ലോ. ഒരു പക്ഷെ ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധി പ്രയാസ ഘട്ടങ്ങളിലൂടെ പോകുമ്പോൾ തോന്നുന്ന അല്പസ്വല്പ സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ ലൈഫിൻ്റെ ഭാഗമാണ് എന്ന് പൊരുത്തപ്പെടാൻ കഴിയുന്നതല്ല ഈ മാതൃത്വമല്ല. അവരൊക്കെ തന്നെ വീട്ടിൽ നിന്ന് അനുഭവിക്കുന്ന ഒരു സുരക്ഷിതത്വമുണ്ട്, സന്തോഷമുണ്ട്. ഇതെപ്പോഴാണെന്നോ നമുക്കിപ്പോൾ ഈ ബന്ധനമാണ് എന്ന് തോന്നുന്നിടത്ത് ഇതൊന്ന് നഷ്ടപ്പെടുമ്പോഴാണ്. പിന്നെ ഇപ്പം അടുത്ത എൻ്റെ ഒരു ഖുർആൻ പഠിതാവിൻ്റെ ഭർത്താവ് മരിച്ചിട്ട് ഞാൻ അവിടെ പോയപ്പോഴും പറയാണ്, ടീച്ചർ എപ്പോഴും പറയാറില്ലേ, ഒറ്റപ്പെടുമ്പോഴാണ് അറിയുക. ഒറ്റപ്പെട്ടിട്ട് നഷ്ടപ്പെട്ടിട്ട് തിരിച്ചറിയാൻ ഏത് പൊട്ടനും പറ്റും അല്ലേ? ഒന്ന് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് വീണ് പോയി, പൊട്ടിപ്പോയി, മരിച്ചുപോയി, എന്നെ ഇട്ടുപോയി, തീർന്ന് ഈ ലോകത്തിന് കാണില്ല, ഈ ലോകത്ത് വെച്ച് ഇനി അവരെ നമ്മൾ കാണില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യത്തിൻ്റെ മുന്നിൽ കരയാൻ കണ്ണുനീര് വരെ വരാതെ പിടിച്ചു നിൽക്കുന്ന, പകച്ചു നിന്ന് പോകുന്ന മരവിപ്പ് പടർന്നു പോയ നിമിഷങ്ങളിലാണ് ഇത് ശരിക്കും സത്യമല്ലേ? ഏറ്റവും പ്രിയപ്പെട്ടവരിതാ യാത്രയായി എന്ന് പറയുന്നിടത്താണ് പലപ്പോഴും നമ്മൾ ക്ലാസ്സിൽ പറയുമ്പോഴും പ്രസംഗിക്കുമ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും എനിക്കടക്കം പലതും നഷ്ടപ്പെടും വരെ പലതും നഷ്ടങ്ങളേ അല്ല, അത് വെറും വാക്കുകളാണ്. നമ്മുടെ ലൈഫിൽ നിന്ന് ഒരു മകൻ അങ്ങ് മരിച്ചുപോയി, നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മുടെ ഇണ അങ്ങ് നഷ്ടപ്പെട്ടു പോയി, ഉപ്പ നഷ്ടപ്പെട്ടു പോയി, കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയി. നഷ്ടപ്പെട്ടവരുടെ, അതായത് ഒരു വിധവയെ കണ്ടാൽ എത്ര നോവാണെന്നോ, ഒരു അനാഥയെ കാണുമ്പോൾ എന്തൊരു നോവാണ്. കാരണം പകരം വെക്കാൻ ഇല്ലല്ലോ ഇനി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ലൈഫിൽ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ തന്നെ എന്തൊക്കെ ഉണ്ട് അതൊക്കെ ഉള്ള സമയത്ത് വളരെ ഹാപ്പി ആയിട്ടിരിക്കണം. ആ ഉള്ള കാലത്ത് എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, കയറി വരുമ്പോൾ തന്നെ ഒരു സ്വസ്ഥത കൊടുക്കാതെ പെട്ടെന്ന് ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോകും.
പിന്നെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. വന്ന് കയറുമ്പോൾ അത് ഞാൻ ഭർത്താവിനെ മാത്രമല്ല പറയുന്നത്, നമ്മുടെ ആൺമക്കളും നമ്മുടെ പെൺമക്കളും നമ്മുടെ ഉപ്പയും ഉമ്മയും കുഞ്ഞു മക്കളൊക്കെയും തന്നെ വരുന്ന സമയത്ത് ഒരു സന്തോഷത്തോടുകൂടി സലാം പറഞ്ഞ് സലാം മടക്കി പ്രശ്നമൊക്കെ വീട്ടിൻ്റെ ഉള്ളിലുണ്ട്. ആർക്കാ ഇല്ലാത്ത? ആർക്കാണ് 100% അന്ന് മുതൽ ഇന്ന് വരെ സന്തോഷം മാത്രം ഉണ്ടായ ആൾക്കാർ? ഒരു പരീക്ഷണമില്ല, ഒരു നഷ്ടമില്ല, ഒരു സങ്കടമില്ല, വീഴ്ചയില്ല, പരാജയമില്ല. കൈ ഉയർത്തണം. ഈ സദസ്സിൽ ലൈഫിൽ അങ്ങനെ ജീവിതത്തിൽ ഉണ്ടായിട്ടേയില്ല. ഒരു വീഴ്ച പോലും സംഭവിക്കാത്ത, ഒരു വിഷമവും സംഭവിക്കാത്ത ഒരു മഹ്ലൂക്കും ഉണ്ടാവില്ല. ജീവിതത്തിൻ്റെ ആ പടവുകൾ കയറി പോകുമ്പോഴേ നമുക്ക് പഠിപ്പിച്ചത് തന്നു തന്നെ ഒരു 100 വട്ടം വീണിട്ടാണ് നമ്മൾ നടന്നു തന്നെ. എത്ര പ്രാവശ്യം വീണില്ല. അപ്പോഴൊന്നും തന്നെ ഒരാളും സ്നേഹക്കൂടുതൽ കൊണ്ട് എന്നാൽ പിന്നെ എൻ്റെ കുട്ടി ഇങ്ങനെ വീണെന്തോ പിടിച്ചു വെച്ചോ? ഇല്ല. നമ്മളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടുണ്ട്. എത്ര വീണിട്ടാണ് ഞാനും നടന്നത്, ഇല്ലേ? അന്ന് പിടിച്ചു വെച്ചാൽ പിന്നെ വളർച്ച ഉണ്ടോ? ഇല്ല. ഇത് ലൈഫാണ്, ഇത് പ്രകൃതിയാണ്, ഇതിങ്ങനെ പോകും. അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ കുറച്ച് വിഷമവും സങ്കടവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. എന്നാലും അത് വെച്ചിട്ട് ഇപ്പം ഈ കാർമേഘം വന്നില്ലേ? ഈ കാർമേഘം വന്നപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഒരു കാര്യം എന്താ മനസ്സിലായേ? ആ വെയിലിൻ്റെ ഗുണം. തൽക്കാലത്തേക്കെങ്കിലും നിങ്ങളൊരാശങ്കയിലാണ്. തൽക്കാലത്തേക്ക് എന്താണ്? പെയ്യോ ഇല്ലേ? ഇങ്ങനെയാണ് ഓരോ അനുഗ്രഹവും. അത് അനുഭവിക്കുന്ന സമയത്ത് എന്ത് തന്നെയാണ്? വലുത് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ ശൈശവവും ബാല്യവും നമ്മൾ സുന്ദരമാക്കി കൊടുക്കണം. നമ്മൾ എന്താ സുന്ദരമാക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവരുടെ പലപ്പോഴും തന്നെ ഈ കുട്ടികൾ അമിത ലാളന കൊണ്ട് ലൈഫിൽ നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ തെറ്റായ ഒരു കാര്യം സ്നേഹിക്കണം, ലാളിക്കണം, വാത്സല്യം വേണം. പിന്നെ കുഞ്ഞുങ്ങൾക്കല്ലാതെ ഇത് ആർക്കാ കൊടുക്കുക? വേണം ഇഷ്ടം പോലെ. പക്ഷേ ഷാഢ്യം അനുവദിക്കാൻ പാടില്ല. കുഞ്ഞു പ്രായത്തിലേ നമ്മൾ ശീലിക്കണം. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു പക്ഷെ കുട്ടിക്കറിയില്ല. കുട്ടി വാശി പിടിച്ച് കരയുന്ന വസ്തുവിൻ്റെ വില കുട്ടിക്കറിയില്ല. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? ഏറ്റവും കൂടുതൽ ഇന്നത്തെ മക്കൾ 1 വയസ്സുള്ള കുട്ടി ഷാഢ്യം പിടിച്ച് കരയുന്നത് നമ്മുടെ കയ്യിലുള്ള മൊബൈലിന് വേണ്ടിയിട്ടാണ്. ഈ സ്ക്രീനിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ആർക്കും അത് പിന്നെ ആകർഷണം ഉണ്ടാക്കും. കുട്ടിക്കൊന്നും വേണ്ട, അത് മതി. നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധ തെറ്റിച്ചുകൊണ്ടേയിരിക്കണം. കുട്ടി മറക്കും, വേറെ കരയുമായിരിക്കും, കുറച്ച് സമയത്ത് അലോസരായിരിക്കും. പക്ഷേ ഈ ഒരു തന്ത്രം കുട്ടികളുടെ വളർച്ചയുടെ അത് ഒരു മൊബൈൽ കൊടുക്കുന്നതിനെ പറ്റി മാത്രമല്ല ഞാൻ പറയുന്നത്. അനാവശ്യ ഷാഢ്യം വളരാതിരിക്കാൻ, എന്നിട്ട് നാളെ നമുക്ക് നേരെ ഇടങ്ങേറാകുന്ന മക്കൾ ആകാതിരിക്കാൻ ഇന്ന് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലഹരിയുടെ ഒക്കെ മാർഗത്തിലേക്ക് കുട്ടികൾ പോകുന്നതും ഇങ്ങനെയാണ്. കാരണം കുഞ്ഞു കുഞ്ഞു ആനന്ദങ്ങൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ ശരീരം. പടച്ചോൻ തന്നെ അതിൻ്റെ വഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തിനെ കൊണ്ടൊക്കെ ആനന്ദമുണ്ട്. വേണ്ട ആനന്ദം, അളവിൽ കൂടുതൽ വന്നുകൂടാ. വേണ്ടത്ര ആനന്ദം വെച്ചിട്ട് തന്നെയാണ് ഞാനും നിങ്ങൾ ഇത്രയും ഹാപ്പി ആയിട്ട് അൽഹംദുലില്ലാ ജീവിച്ചു പോകുന്നത്. വേറെ പുറമേയുള്ള ലഹരിയുടെ ഒരു കാര്യങ്ങളെയും തേടാതെ നമ്മൾ എത്ര സംതൃപ്തരാണ്, സമ്പന്നരാണ്. ഒന്ന് അൽഹംദുലില്ലാ പറഞ്ഞൂടെ? പറയാൻ പറ്റില്ലേ? ഇന്നത്തെ നമ്മുടെ ഹാലിൽ അൽഹംദുലില്ലാ. പുറമേ നിന്ന് ഒന്നും ഉപയോഗിക്കാതെ തന്നെ. പക്ഷെ നമ്മുടെ മക്കളിലേക്ക് അവരുടെ മസ്തിഷ്കം അതുമായിട്ട് യൂസ്ഡ് ആകുന്ന തരത്തിൽ അമിതാനന്ദം തരുന്ന തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുക വഴി കുട്ടിക്ക് താഴേക്ക് ഇറങ്ങി വരാൻ പറ്റൂല. താഴേക്ക് പിന്നെ അമിതാനന്ദത്തിൽ നിന്ന് താഴേക്ക് കൊടുക്കുന്ന ഏതും കുട്ടിക്ക് വീട്ടിൽ പിന്നെ ഒന്നും വേണ്ട. അവനിൽ ചേഞ്ച് വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ കണ്ട് സന്തോഷിക്കുന്ന, നമ്മൾ തിന്ന് സന്തോഷിക്കുന്ന, നമ്മൾ ചെയ്ത് സന്തോഷിക്കുന്നതെല്ലാം അവന് നിസ്സാരമാണ്. അവന് വേണ്ട, വലുതിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ തിരിച്ചറിയണം. കുട്ടികളുടെ ഇഷ്ടം, കൂട്ടുകെട്ട്, മികച്ച കൂട്ടുകെട്ടിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. യഥാർത്ഥ നല്ല ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലേക്ക് നമ്മൾ നല്ല കലാലയങ്ങൾ തേടി പോകുന്നത് പോലെ നല്ല ഫ്രണ്ട്സിനെ കുട്ടിക്കുണ്ടാവാൻ പ്രാർത്ഥിക്കണം, പ്രയത്നിക്കണം, പരിശോധിക്കണം. ഏതാണ് യഥാർത്ഥത്തിൽ എൻ്റെ കുട്ടി നല്ല കൂട്ടുകെട്ടിൽ തന്നെയാണോ? അതല്ല പുറമേയുള്ള നല്ല കൂട്ടുകെട്ടെല്ലാം ലഹരി കൊടുത്ത് ചതിക്കുന്ന കഥകളേറെയാണ്. അതുകൊണ്ട് നമ്മൾ ആ കാര്യത്തിലും ജാഗ്രത പാലിക്കണം. പിന്നെ നമ്മുടെ കുടുംബങ്ങളെ, ബന്ധങ്ങളെയെല്ലാം നമ്മൾ തൊടുന്നത് ഹൃദയം കൊണ്ടാണ്, അല്ലേ? ഹൃദയം കൊണ്ട് തൊടുന്ന ബന്ധങ്ങളാവണം. കാരുണ്യവും സ്നേഹവും കൊണ്ട് തീർത്ത സ്നേഹക്കൂടാരത്തിലെ മക്കളെ, ഭർത്താവിനെ, സഹോദരങ്ങളെ, അവിടെയുള്ള എല്ലാ മെമ്പേഴ്സിനെയും നിങ്ങൾ സംസാരിക്കുന്നു ഹൃദയം കൊണ്ട്, നിങ്ങൾ തൊടുകയാണ് അവരെ. അത് മക്കൾക്ക് മനസ്സിലാവണം. ലോകത്തൊരാൾക്കും എന്നെ ഹൃദയം കൊണ്ട് അങ്ങനെ തൊടാൻ പറ്റൂല.
അതൊരു പ്രത്യേക സ്നേഹമാണ് എന്ന് കുടുംബത്തിനകത്തെപ്പറ്റി ആ വില അറിയണം. നമ്മുടെ മക്കൾ ഇപ്പോൾ ഒരു പക്ഷേ 2 വർഷം പുറത്ത് പഠിക്കാൻ പോയി, അവിടുത്തെ ഭക്ഷണം ഉമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം പോലെ ആകുന്നില്ല എന്നുള്ളതേ കുട്ടി പറയൂ. പക്ഷെ കുട്ടി ആ 2 വർഷത്തിനിടയിൽ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ നമ്മോട് പങ്കുവെക്കാത്തതാണ്. ഉമ്മയെപ്പോലെ ആകുന്നില്ല, വീട് പോലെ ആകുന്നില്ല, ഉമ്മ തരുന്ന പോലെ ആകുന്നില്ല, ഉമ്മ വിളമ്പുന്നത് പോലെ ആകുന്നു. ഇതൊന്നും നിങ്ങളോട് വന്ന് നിങ്ങളുടെ മക്കൾ പറയുന്നില്ല. അവരുടെ മൈൻഡിൽ ഉണ്ട്, നമ്മളെക്കാളധികം അവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അവർ ചിലപ്പോൾ നമ്മളധികം സ്നേഹമുള്ള ഇങ്ങനെയുള്ള ഭയങ്കര പുറത്തേക്ക് കാണിച്ചിട്ടൊന്നും സംസാരിക്കുന്നൊന്നുണ്ടാവില്ലായിരിക്കും. പക്ഷെ ഒരുപാട് സ്നേഹമുണ്ട് അവർക്ക്. വേണ്ട ഘട്ടങ്ങളിൽ നമ്മെ വീഴുന്ന നേരങ്ങളിൽ വാരിക്കോരി എടുത്ത് ചേർത്തണക്കാൻ ആ മക്കളുടെ കൈകളുണ്ടാകും. അതിന് നല്ല ശൈശവവും നല്ല ബാല്യവും നമ്മൾ അവർക്ക് നൽകണം. അവർക്ക് കളിക്കൂട്ടുകാരായിട്ട് നിങ്ങൾ മാറണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മകളുടെ കുട്ടികളുടെ കൂടെ കളിക്കാൻ നിന്ന് കൊടുത്തത് ഇല്ലേ, കളിക്കാൻ നിന്ന് കൊടുത്തത് നമുക്കറിയാം. ആ രൂപത്തിൽ നമ്മൾ അവരുടെ കൂടെ ചേരണം. അവരുടെ ശൈശവവും അവരുടെ ബാല്യവും അവർ ഒരുപാട് വയസ്സിന് ശേഷം, അവരുടെ യുവത്വത്തിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ എന്തോ ഒരു സുന്ദരമായ ബാല്യമാണ് ഉപ്പയും ഉമ്മയും എനിക്ക് തന്നത് എന്ന് അവർക്ക് അഭിമാനിക്കാൻ കഴിയും. അത് നിങ്ങൾ വാങ്ങിക്കൊടുത്ത വസ്തുക്കളുടെ വലിപ്പമോ പൈസയോ അല്ല അതിൽ പ്രശ്നം. എൻ്റെ ഉപ്പയും എന്നെ ഉമ്മയും ശകാരിച്ചിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്, ശിക്ഷിച്ചിട്ടുണ്ട്. അതിലൊക്കെയും തന്നെ സ്നേഹത്തിൻ്റെ സ്പർശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഹൃദയം കൊണ്ട് തൊടുന്ന ബന്ധങ്ങളാകുമ്പോൾ നമുക്ക് തൽക്കാലം നമ്മുടെ വാർദ്ധക്യം, നമ്മുടെ പ്രായം കൂടി വരുമ്പോഴേ തണലായിട്ട് അവരുണ്ടാകും. അവരില്ലേ അള്ളാഹു ആരെങ്കിലും ആക്കിത്തരും. കൊടുക്കുന്നത് എന്താവണം? ഹൽ ജസാഉൽ ഇഹ്സാൻ ഇല്ലൽ ഇഹ്സാൻ എന്നുള്ളത് നന്മ കൊടുക്ക്. ശൈശവത്തിൽ നന്മ കൊടുക്ക്, ബാല്യത്തിൽ നന്മ കൊടുക്ക്, ജനങ്ങൾക്ക് നന്മ കൊടുക്ക്, വീട്ടിൽ നന്മ കൊടുക്ക്, നന്മ പറ, നല്ലത് ചെയ്, നല്ലത് ചിന്തിക്ക്. എങ്കിൽ തീർച്ചയായും അതിന് നല്ലതല്ലാത്ത പ്രതിഫലം അള്ളാഹു നമുക്ക് നല്ലതല്ലാത്തൊരു പ്രതിഫലം തരുന്നുണ്ടെങ്കിൽ അള്ളാഹു നീതിമാനല്ല. അള്ളാഹു എന്ത് ചെയ്യും? അള്ളാഹു ആദിലാണ്. ആദിലായ റബ്ബ് അതിനൊരു കണക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ഇയാൾ ഇത്രത്തിലും നന്മ ചെയ്തിട്ടുണ്ട്, ഏതളവിൽ എപ്പോഴും എവിടെയൊക്കെ വെച്ച് എങ്ങനെ കൊടുക്കണമെന്ന് പടച്ചവൻ നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാം ഇവിടെ വാരിക്കോരി തരണം എന്നില്ല. ചിലപ്പോൾ നമുക്ക് വലിയ മുസീബത്ത് നിന്നൊക്കെ അള്ളാഹു രക്ഷിക്കുകയായിരിക്കും ചെയ്യുന്നത്. അല്ലെങ്കിൽ അള്ളാഹു അവിടേക്ക് നമുക്ക് നീക്കി വെച്ചിട്ടുണ്ട്. ഇതിനേക്കാൾ ഈ ചെറിയ പീരിയഡിന് ശേഷം അറ്റമില്ലാത്ത വർഷങ്ങളുടെ അത്രയും കണക്ക് നമുക്ക് കൂട്ടാൻ പറ്റാത്ത അത്രയും വലിയൊരു കാലത്തേക്ക് നമുക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. ആഹ്ലാദം, ലിമിറ്റില്ലാത്ത ആഹ്ലാദം, ലിമിറ്റില്ല സന്തോഷം, സുഖം, അത് അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തരും. അതുകൊണ്ട് നമ്മൾ എന്തേ ചെയ്യണ്ടു? നന്മ ഇവിടെ നിക്ഷേപിക്കണം. നല്ലത് നന്മ, ഇത് മാത്രം. ലൈഫിൽ വെറുപ്പില്ല, മോശമില്ല, പരാതിയില്ല, കുശുമ്പില്ല, ഒന്നുമില്ല. വീട്ടിൽ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ ജനങ്ങൾക്ക് ഒരു സുഖം ഫീൽ ചെയ്യട്ടെ. ആ പുഞ്ചിരിയോട് കൂടി നിങ്ങൾ അവരെ വീട്ടിലേക്ക് സ്വീകരിക്ക്. ആ രൂപത്തിൽ എല്ലാവർക്കും നമ്മുടെ വീട് മതിയാകരുത്. മക്കൾക്ക് ഒരു 2 കൊല്ലം ബാംഗ്ലൂരിൽ പഠിച്ച ഒരു കുട്ടിക്ക് ഇനി 2 കൊല്ലം കൂടി വീട്ടിൽ നിന്ന് വിട്ടേക്കല നല്ലത് എന്ന് തോന്നരുത്. ജോലിൻ്റെ ആവശ്യത്തിന് ഞങ്ങൾക്ക് കുട്ടികൾ എവിടെയും പോകട്ടെ. പക്ഷേ അവരെ നമ്മളറിയാതെ മാടി വിളിക്കുന്നത് എന്തോ വീട്ടിൽ നിങ്ങൾ കളഞ്ഞു കുളിക്കരുത്. നമ്മളറിയാതെ ആ വീട്ടിൽ ആരും അറിയുന്നില്ല, എന്നെ ആകർഷിക്കുന്ന എന്തോ ഒന്ന് എന്നെ അതിലേക്ക് ഒട്ടിച്ച് ചേർക്കുന്ന ഒരു ഗം അവിടെ ഉണ്ടാവണം. ആ തരത്തിൽ അവിടെയുള്ള സ്നേഹം, വിട്ടുവീഴ്ച, സമർപ്പണം നമ്മെ ക്ഷണിച്ചു കൊണ്ടേയിരിക്കണം. അങ്ങനെ ഒരു കുടുംബത്തിലുള്ള കുട്ടി ലഹരിയുടെ വലയിൽ നിന്ന് കുതിരിയോടില്ലേ, കുതിരിയോടും. കാരണം അവനെ വല വീശുന്ന ഏറ്റവും വലിയ ലഹരി അവൻ്റെ ഉമ്മയുടെ സ്നേഹമാണ്, അവൻ്റെ ഉമ്മയുടെ കരുതലാണ്, അവൻ്റെ പിതാവ് നൽകുന്ന സുരക്ഷിതത്വമാണ്. ആ ബന്ധങ്ങളിലുള്ള ബന്ധനം അവൻ ആസ്വദിക്കും. അങ്ങനെയുള്ള നമ്മുടെ മക്കളെ ഏത് ലഹരി മാഫിയക്കും ഏത് ചങ്ങാത്തത്തിനും പിടിച്ചു കൊണ്ടുപോകാൻ പറ്റൂല. ആ രൂപത്തിലുള്ള ലഹരി എന്തേ വീട്ടിൽ നിങ്ങൾ ഒരുക്കാത്തത്? തെറ്റ് ആരുടേതാണ്? തെറ്റ് ആരുടേത്? അതിൽ ഓരോ വ്യക്തിക്കും അവരുടേതായ വർക്ക് അവിടെ ചെയ്തു തീർക്കാനുണ്ട്. ആ വർക്കിലൊക്കെയും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കൂലി വാങ്ങുന്ന വർക്കല്ലല്ലോ അത്. സ്നേഹത്തിൽ തൊട്ട് തലോടിയിട്ട് എന്തോ ഒരു അട്രാക്ഷൻ കുടുംബത്തിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെക്കണം. അത് ഓൾറെഡി വർഷിച്ചിട്ടുണ്ട് പടച്ചവൻ. അതിനെ നമ്മൾ നഷ്ടപ്പെടാതെ കെടാതെ കാത്തു സൂക്ഷിക്കണം. അങ്ങനെ ഒരു സുഗന്ധം പരത്തുന്ന കുടുംബമായി, ആദർശ കുടുംബമായി തീർച്ചയായും നമ്മൾ മാറുമ്പോഴേ എല്ലാ ആൾക്കാരും അത് ഒരു ആകർഷണ കേന്ദ്രമായി മാറും. അപ്പോൾ ഏതായാലും ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കാം, സമയമായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. നമ്മൾ പലപ്പോഴും, പ്രത്യേകിച്ച് സ്ത്രീകൾ, നമുക്കെപ്പോഴും ആൾക്കാർക്ക് ലൈഫ് സങ്കീർണത ഉണ്ടാക്കി കൊടുക്കാനാണ് ഇഷ്ടം.
ഈസി ആക്കിയിട്ട് പ്രശ്നമൊന്നുമില്ല, അത് എളുപ്പമാക്കലില്ലേ, അതില്ല. ഒരു ഇടങ്ങേറാക്കലൊരു ഇഷ്ടമാണ് എനിക്ക് തോന്നുന്നു നമ്മിലേക്ക് അത് ലയിച്ച് ചേർന്നിട്ടുണ്ടോ ഈ സ്വഭാവം. ഇങ്ങനെ ഏത് കാര്യം തന്നെ ജെൻസ് പലപ്പോഴും ആണുങ്ങളൊക്കെ അത് ഈസിയാക്കിയിട്ട് എത്രമാത്രം ഈസിയാക്കണമെന്ന് ശ്രദ്ധിച്ച് ഈസിയാക്കി തന്നാലും നമ്മുടെ വകയുണ്ട് ഒരു ഇടങ്ങേറാക്കിയിട്ട്, ഒരു ബുദ്ധിമുട്ടിച്ചിട്ട്, ഒരു മനസ്സടങ്ങേറാക്കുന്ന ഒരു വാക്കും പ്രവൃത്തിയും നീക്കവും. ഈ സങ്കീർണത ഒരിക്കലും പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ കാര്യങ്ങൾ വന്നുമ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടില്ലേ ഹദീസ്, അതിലേറ്റവും ഈസി ആയത് സെലക്ട് ചെയ്യും. അതെന്തിനാ? സങ്കീർണമായതൊക്കെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് അതിൽ നമ്മുടെ ശൂരത്വവും നമ്മളെ ധീരതയൊക്കെ കാണിക്കലല്ല. എല്ലാവർക്കും ഒരു ഈസിയാക്കുന്ന രൂപത്തിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ അങ്ങനെ അറേഞ്ച് ചെയ്യണം. നമ്മളോട് എല്ലാവരും ഇണങ്ങി നിൽക്കുന്ന രൂപത്തിൽ. നമ്മുടെ വീട്ടിലേക്ക് വന്ന മരുമക്കൾക്ക് അവിടെ തന്നെ നിൽക്കാൻ തോന്നണം. ശരിയാവില്ല. അവിടെ എന്തോ ഒരു അങ്ങനെ ഉണ്ടല്ലോ, അവിടെ എന്തോ എനിക്ക് ശരിയാകുന്നില്ല. ഈ കുട്ടി വേറെ വീട്ടിൽ നിന്ന് നല്ല രൂപത്തിൽ വന്ന ആ കുട്ടിക്ക് അതേപോലെ തോന്നുന്ന ഒരു ഇടമായി തീരണം ഇവിടെ. പലപ്പോഴും നമ്മൾ പറയാം കുട്ടി ശരിയിലേക്ക് അറിയില്ല. പക്ഷെ നമ്മുടെ മിസ്റ്റേക്ക് നമ്മൾ പരതേണ്ടത് ആ കുട്ടിയുടെ മിസ്റ്റേക്കാണ് നമ്മൾ പരതുന്നത്. നമ്മൾ മറ്റുള്ളവരുടെ മിസ്റ്റേക്ക് പരതും, നമ്മൾ നമ്മുടെ മിസ്റ്റേക്ക് പരതണം. എന്നെ കൊണ്ടാണോ? എത്ര കുറ്റാണെന്നോ, ഞാൻ കാരണത്താൽ ഒരാൾ എൻ്റെ ഓഫീസിലേക്ക് വരുന്നില്ല, അയാളില്ലെങ്കിൽ വരും. ഞാൻ കാരണത്താൽ ഒരാൾ എൻ്റെ വീട്ടിലേക്ക് വരുന്നില്ല, ഞാൻ കാരണത്താൽ ഒരാൾ എൻ്റെ സംഘടനയിൽ നിന്ന് വിട്ടേക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ആരാണ് അവിടെ പുകഞ്ഞ കൊള്ളി? ഞാനാണ്. ഞാൻ മാറണം. ഞാൻ ചാടിപ്പോകണം എന്നല്ല, ഞാൻ ഒഴിഞ്ഞു കൊടുത്തേക്കാം, അത് വേറൊരു രീതിയാണ്. അതല്ല, ഒഴിഞ്ഞു കൊടുക്കലും മറ്റൊന്നുമല്ല. നമുക്ക് വേണ്ടത് എന്താ? വിട്ടു പോകണ്ടേ? നല്ല ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥന കിട്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് പോകണ്ടേ? അതിനെന്താ വേണ്ടത്? എല്ലാ മനുഷ്യന്മാർക്കും ഈ പ്രശ്നമൊക്കെ ഉണ്ടാവും. ഞാൻ മാറാൻ തയ്യാറാവണം. അതുകൊണ്ട് വീട്ടിലെ സങ്കീർണതയും ഒരു പ്രയാസവും സൃഷ്ടിക്കുന്ന രീതിയിൽ ഒന്നും നിങ്ങൾ സെറ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ സ്വഭാവത്തിലും പ്രവൃത്തിയിലും വീട്ടിലേതിലും തന്നെ വന്ന് കയറി ആർക്കും, ഗസ്റ്റിനായാലും ആർക്കായാലും ഒരു ഈസി മൂഡ്, ഒരു സന്തോഷം, വളരെ വളരെ സ്മൂത്തായിട്ട് പോകുന്ന ഒരു കുടുംബം ആയിട്ട് ഫീൽ ചെയ്യണം. അത് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. സ്ത്രീകളായ നിങ്ങൾ എന്തൊക്കെയാണ് എന്നെക്കൊണ്ട് കുടുംബത്തിൽ ഞാൻ മാറ്റം വരുത്തേണ്ടത് ഇനിയെങ്കിലും ആലോചിച്ച് തുടങ്ങിയാൽ ലൈഫ് ഹയാത്തും മൗത്തും ഈസിയാവും. ഹയാത്തും മൗത്തും ഈസിയാക്കുന്ന നല്ല ആൾക്കാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ പെടുത്തട്ടെ. നമ്മുടെ വീട്ടിൽ സംസാരിച്ചു കൊണ്ടേയിരിക്കണം. സംസാരം കുറഞ്ഞു പോയതാണ് പ്രശ്നം. സംസാരം നിലക്കാത്ത ബന്ധങ്ങളായിക്കൊണ്ട് നമുക്ക് വിഷയങ്ങൾ ഉണ്ടാവണം. വിഷയങ്ങൾ കുറഞ്ഞു പോകുന്നു, സംസാര വിഷയങ്ങൾ ഉണ്ടാവണം. വെറുതെയെങ്കിലും ഇരുന്ന് സംസാരിക്കാൻ കഴിയണം. ആ സംസാരം കുറയുന്നു എങ്കിൽ ബന്ധത്തിൻ്റെ ഊഷ്മളത കുറയുന്നു എന്നാണ് അർത്ഥം. അതുകൊണ്ട് നമുക്ക് ഓതിവെച്ച ആയത്ത് പോലെ പിൽക്കാലക്കാരിലും നമുക്ക് നല്ല വാക്ക് നമ്മെപ്പറ്റി പറയുന്ന, സൽകീർത്തി ഉണ്ടാവുന്ന നമ്മളും നമ്മുടെ സന്താന പരമ്പരകളും ആ രൂപത്തിലാകാൻ അള്ളാഹു നമ്മെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് നമ്മുടെ ഇസ്ലാമിയത്ത് നല്ല ഇസ്സത്തുള്ള നമ്മളെ കുടുംബജീവിതം അത്തരത്തിൽ അള്ളാഹു നമ്മെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ. ഇതിനൊക്കെ വേണ്ടി ആരാണോ ചേഞ്ച് ആവേണ്ടത്, ആ ചേഞ്ച് ആവേണ്ടത് ഒരു പക്ഷെ ഞാനാണെങ്കിൽ ഞാൻ വേഗം തിരിച്ചറിയാൻ ഈമാൻ വേണം. എൻ്റെതാണ് തെറ്റിയെന്ന് ആരും പറയാതെ തന്നെ നിരന്തരമായ പ്രശ്നത്തിലൂടെ യഥാർത്ഥത്തിൽ ഇവിടെ ആർക്കാ പ്രശ്നം എന്ന് ചർച്ച ചെയ്യുന്ന സമയത്ത് ബാക്കി മൂന്നാൾക്കും അറിയാം ഇയാളുടെ പ്രശ്നം എന്ന്. ഇയാളെങ്കിൽ അത് ഒട്ടും അറിയുന്നുമില്ല. അപ്പോൾ ആൾക്കാർ ഒരുപക്ഷെ സൂചന തരുമായിരിക്കും. നമുക്ക് ഈമാൻ ഉണ്ടെങ്കിൽ അള്ളാഹു തന്നെ നമുക്ക് തോന്നിപ്പിച്ചു തരും നമുക്കാണ് തെറ്റ്, നമ്മളാണ് തിരുത്തേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും അത് ഒരു ചെറിയ കാര്യമേ അല്ല. തോറ്റു കൊടുക്കുന്നത് വലിയ വിജയത്തിന് വേണ്ടിയാണ്. നമ്മൾ ഒരു താണ് കൊടുക്കലില്ലേ, ഒരു കുടുംബത്തിൻ്റെ വലിയ സന്തോഷത്തിന് കാരണമാവുമെങ്കിൽ ഞാനൊന്ന് തോറ്റു കൊടുത്താൽ അതല്ലേ നല്ലത്. നമുക്ക് രണ്ട് ലോകത്തും വിജയിക്കാൻ ഇത്തരം ചെറിയ ചെറിയ തോറ്റു കൊടുക്കലിൻ്റെ സുഖം നമ്മൾ അറിയുക. നമ്മൾ നമ്മുടെ ജീവിതം കുടുംബത്തിന് സമർപ്പിക്കുക, അള്ളാഹുവിന് സമർപ്പിക്കുക. അള്ളാഹു ഒരുപാട് അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.